കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവിടെ മീൻ മേടിക്കുന്നത്. ക്രിസ്മസ് ആയിരുന്നത് കൊണ്ട് ഇവിടുത്തെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു 5-6 ദിവസം ഞാൻ മീൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മീൻകാരൻ ചേട്ടൻ കൊണ്ടുവന്നത് വങ്കട എന്ന് പറയുന്ന ഈ മീനായിരുന്നു. സത്യത്തിൽ ഈ മീൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കറി വെക്കാൻ പോകുന്നതും വൃത്തിയാക്കുന്നതും ആദ്യമായിട്ടാണ്. തൊലി ഉരിച്ച് വൃത്തിയാക്കേണ്ട മീനൊന്നും ഞാൻ അധികം വാങ്ങിക്കാറില്ല, കാരണം എനിക്കതറിയത്തില്ല. പക്ഷേ ഈ മീൻ വാങ്ങിച്ച് തീർന്നാണ് അറിയുന്നത് ഇത് തൊലി ഉരിച്ചാണ് കറി വെക്കേണ്ടതെന്നുള്ളത്. എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ മീനിൻ്റെ തൊലിയും എൻ്റെ കൈയുടെ തൊലിയും കുറേയൊക്കെ ഞാൻ ഉരിച്ച് കളഞ്ഞ് മീനൊക്കെ വൃത്തിയാക്കി എടുത്ത് കുറച്ച് നാളത്തേക്ക് കറി വയ്ക്കാനും മാറ്റി വെച്ച് പിന്നെ തേങ്ങ അരച്ച കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് പുളിവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് ഇത് ചട്ടിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് ബാക്കി വന്ന പുളിവെള്ളവും കൂടെ ചേർത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമുളകും കൂടെ ഇട്ട് അടുപ്പ് കത്തിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ മീനെല്ലാം പുറക്കി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഉപ്പിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ ഉപ്പും ഇട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ച്. പിന്നെ ഇവിടെ എന്ത് കറി വെച്ചാലും മുട്ട വേണം. അങ്ങനെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു.